കൃത്യമായി വ്യായാമം ചെയ്യുകയും ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുകയും ചെയ്യുന്ന പലരും അകാലത്തിൽ മരിച്ചു പോകുമ്പോൾ യാതൊരു ചിട്ടയുമില്ലാതെ പുകവലിയും മദ്യപാനവുമായി നടക്കുന്ന ചിലർ 100 വയസ്സ് വരെ ജീവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനുള്ള ഉത്തരം ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. പ്രശസ്ത ശാസ്ത്ര മാസികയായ സയൻസിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠന റിപ്പോർട്ടാണ് മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിലെ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷകർ നടത്തിയ പഠനമനുസരിച്ച് ഒരു വ്യക്തി എത്ര കാലം ജീവിക്കും എന്ന് തീരുമാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് അവരുടെ ജനിതക ഘടനയാണ്. മുൻപ് കരുതിയിരുന്നത് മനുഷ്യന്റെ ആയുസിന്റെ 10 മുതൽ 25% വരെ മാത്രമേ ജീനുകൾ സ്വാധീനിക്കുന്നുള്ളൂ എന്നാണ്. എന്നാൽ പുതിയ കണ്ടെത്തലുകൾ പ്രകാരം അപകടങ്ങൾ, പകർച്ചവ്യാധികൾ തുടങ്ങിയ ബാഹ്യ കാരണങ്ങൾ ഒഴിവാക്കിയാൽ നമ്മുടെ ആയുസിന്റെ 55% തീരുമാനിക്കുന്നത് ജനിതക ഘടനയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ചില മനുഷ്യരുടെ ശരീരത്തിൽ വാർദ്ധക്യത്തെ മന്ദഗതിയിലാക്കുന്ന അപൂർവ ജീനുകളുണ്ട്. ക്യാൻസർ, ഹൃദ്രോഗം, അൾസിമേഴ്സ് തുടങ്ങിയ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ ചെറുക്കാൻ ഈ പ്രത്യേക ജീനുകൾക്ക് കഴിയും. അതുകൊണ്ടാണ് ജീവിതകാലം മുഴുവൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്താൽ പോലും ഇത്തരക്കാർക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്തത്. 100 വയസ്സിലധികം ജീവിക്കാൻ ഇവർക്ക് സാധിക്കുന്നത്. ജീനുകളാണ് ആയുസ് തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് വ്യായാമം ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഈ പഠനം പറയുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി വേണ്ടെന്നല്ല. നിങ്ങളുടെ ജനിതക ഘടനയ്ക്ക് പരമാവധി 80 വയസ്സ് വരെ ജീവിക്കാനുള്ള ശേഷിയേ ഉള്ളൂ എങ്കിൽ മികച്ച ജീവിതശൈലിയിലൂടെ നിങ്ങൾക്ക് ആ പ്രായം വരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. നല്ല ഭക്ഷണവും വ്യായാമവും മതിയായ ഉറക്കവും നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും നേരത്തെയുള്ള മരണം ഒഴിവാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ 80-85 വയസ്സ് വരെ ജീവിക്കാൻ മികച്ച ജീവിതശൈലി സഹായിക്കും. എന്നാൽ 100 വയസ്സിലേക്കും അതിനു മുകളിലേക്കും എത്തുന്നവരുടെ ദീർഘായുസ് അവരുടെ ജീനുകളുടെ മാത്രം പ്രത്യേകതയാണ്. ഈ പഠന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യൻ ആരോഗ്യ വിദഗ്ധരും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോർട്ടിസ് സീഡോക് ചെയർമാൻ ഡോക്ടർ അനൂപ് മിശ്രയുടെ അഭിപ്രായത്തിൽ ജനിതകമായി എത്ര ഉയർന്ന ആയുസ് ലഭിച്ചാലും ഇന്ത്യയിലെ സാഹചര്യങ്ങൾ അതിനെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. മോശം പോഷകാഹാരം, രൂക്ഷമായ വായു മലിനീകരണം, വർദ്ധിച്ചു വരുന്ന പ്രമേഹം, അമിതവണ്ണം എന്നിവ ജനിതകമായ ഗുണങ്ങളെ മറികടക്കുകയും മനുഷ്യരെ വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മാക്സ് ഹെൽത്ത് കെയറിലെ എൻഡോക്രൈനോളജി വിഭാഗം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അംബരീഷ് മിത്തൽ പറയുന്നതനുസരിച്ച് ജീനുകൾ നമുക്ക് എത്ര കാലം ജീവിക്കാം എന്നതിന്റെ ഒരു പരിധി നിശ്ചയിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചുറ്റുപാടും ജീവിതശൈലിയുമാണ് ആ പരിധി വരെ നമ്മളെ എത്തിക്കാൻ നിർണായക പങ്ക് വഹിക്കുന്നത്. നമ്മളെ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത്.